ക്ലാസ് വിദ്യാർത്ഥി. നിങ്ങൾ പുതുമഴയുടെ ഗന്ധം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറെ നാളുകൾക്കു ശേഷമുള്ള പുതുമഴയ്ക്ക് വല്ലാത്തൊരു ഗന്ധമായിരിക്കും. മണ്ണിന്റെ മണമെന്ന് നാം പറയും. ആ മണത്തിന്റെ പേരാണ് പെട്രിക്കോർ. യഥാർത്ഥത്തിൽ അത് മണ്ണിന്റെ മണമല്ല, പകരം അവിടെ മണ്ണിലുണ്ടായിരുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിച്ച ജിയോസ്മിൻ എന്ന രാസസംയുക്തത്തിന്റെ മണമാണ്. മണ്ണ് വരണ്ടതായിരുന്നാൽ പോലും ധാരാളം ബാക്ടീരിയകൾ അതിനിടയ്ക്ക് ജീവിക്കുന്നുണ്ടാവും. അതിൽ ഒന്നാണ് സ്ട്രെപ്റ്റോമൈസസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ബീജകോശങ്ങൾ വളരുന്നു. അതെ, അനുകൂലമല്ല, പ്രതികൂല സാഹചര്യം തന്നെ. അവ പുതിയതും കൂടുതൽ അനുകൂലവുമായ അവസ്ഥകളിലേക്ക് വ്യാപിക്കുകയും ബാക്ടീരിയയെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഇവയാണ് ജിയോസ്മിൻ എന്ന രാസസംയുക്തം ഉൽപ്പാദിക്കുന്നത്. മഴ മണ്ണിലടിയുമ്പോൾ ബാക്ടീരിയ ഉൽപ്പാദിക്കുന്ന ജിയോസ്മിൻ വായുവിലേക്ക് പ്രവേശിക്കുന്നു. വായുവിൽ പടർന്ന് ആ ചെറിയ ജിയോസ്മിൻ കണങ്ങൾ ഒടുവിൽ നമ്മുടെ മൂക്കിലെത്തുകയും ആ പെട്രിക്കോർ മണം നാം അനുഭവിക്കുകയും ചെയ്യുന്നു. മണം നനഞ്ഞ ഭൂമിയെ സൂചിപ്പിക്കുന്നതിനാൽ വെള്ളം കുറവുള്ള ചുറ്റുപാടുകളിൽ വെള്ളം കണ്ടെത്താൻ നമ്മുടെ പൂർവികരിൽ ആ സംവേദനക്ഷമത എങ്ങനെയോ പരിണമിച്ചുവെന്ന് അഭിപ്രായമുണ്ട്. ആളുകൾക്ക് പൊതുവെ ഈ മണം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചില സുഗന്ധദ്രവ്യങ്ങളിൽ പോലും മണ്ണിന്റെ ടോൺ ചേർക്കാൻ ജിയോസ്മിൻ ഉപയോഗിക്കുന്നു.